ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഈ കർത്താവിന്റെ മേശ നമ്മെ വിളിച്ചറിയിക്കുന്നത് ചിന്തയിലടങ്ങാ നമ്മുടെ കർത്താവുമായിട്ടുള്ള വലിയ സന്തതം വിശ്വാസികൾ പരസ്പരമുള്ള വലിയ ബന്ധത്തെ ഇത് വിളിച്ചറിയിക്കും. ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധം ആർക്കു ഗ്രഹിച്ചറിയാ. നമ്മുടെ ശരീരം നമ്മുടെ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്തം നമ്മുടെ ലോകത്തിന്റെ വിടുതലിനായി കാൽവറിയിൽ ഒഴുക്കപ്പെട്ടു. ഞാൻ കർത്താവിൽ നിന്ന് നിങ്ങൾക്കായി ഏൽപ്പിച്ചതരീ ചെയ്തത് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പക്കരകളെടുത്ത് സ്തോത്രം ചെയ്തു. ഇത് അനേകർക്ക് വേണ്ടി തകർക്കപ്പെട്ട എന്റെ ശരീരം ഞാൻ ഒരുവോളം എന്റെ ഓർമ്മയ്ക്കായി നാം കൊടുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലോ, നമ്മുടെ ആത്മാവിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിലോ കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മ ഇത് വാങ്ങി ഭക്ഷിച്ചു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാടുപാത്രം കരങ്ങളെടുത്ത് ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിൽ കുടിക്കുന്നു. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്തിരുന്നു. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ രക്തത്തിന് കൂട്ടായി നമ്മുടെ ആത്മാവിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ ഓർമ്മയോടെ ഇത് സ്നേഹമതിശയമേ. പാപത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു ഭാരത്തിലും ദയവാ സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തിന്നിൽ ആശ്ചര്യമേറിടുന്നു. സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തിന്നിൽ ആശ്ചര്യമേറിടുന്നു. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതിശയമേ. എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും സ്നേഹമതുല്യമാകോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. സ്നേഹത്തിൽ ക്രൂശിന്മേൽ കാണും
ചേർന്ന് പാടാം. ശത്രുഭയം തീരുന്നു, എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ശത്രുവാവെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിൽ ഒരു മർത്യനുമില്ല ദൃഢം ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിൽ ഒരു മർത്യനുമില്ല ദൃഢം. നീചനരനാമിയേഴയെ സ്നേഹിച്ച് നീചലോകത്തിൽ വന്നു യേശു. നീചമരണം മരിപ്പതിനായി തന്നെ നീചന്മാർക്കേൽപ്പിച്ചല്ലോ യേശു. നീചമരണം മരിപ്പതിനായി തന്നെ നീചന്മാർക്കേൽപ്പിച്ചല്ലോ. കൂട്ടം വേറുത്തു കുലവും വേറുത്തെന്നെ കൂട്ടുകാരും വേറുത്തു. എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. എന്നാൽ കൂട്ടായി തീർന്നെന്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിച്ചുള്ളൂ ഞാൻ അപ്പരേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർക്കുദിനം പ്രതി സന്തോഷിക്കുന്ന അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർക്കുദിനം പ്രതി സന്തോഷിക്കുന്ന അത്യന്തം. കർത്താവ് ഈ അപ്പത്തെയും പാനപാത്രത്തെയും അനുഗ്രഹിച്ചോർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. മേശമേൽ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. അത് വിളിച്ചറിയിക്കുന്ന ഒരു വാസ്തവം ഇന്നിവിടെ കടന്നു വന്ന ചില പ്രിയപ്പെട്ടവർക്ക് ഇതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി അങ്ങനെയുള്ള പ്രിയപ്പെട്ട ഒരു തീരുമാനത്തോടെ മടങ്ങിപ്പോകണം. കർത്താവെ, ഇനി ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ എനിക്ക് ആയുസ് നൽകുന്നെങ്കിൽ നിശ്ചയമായി ഞാൻ ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളും എന്നുള്ളൊരു തീരുമാനത്തോടെ അങ്ങനെ ഹൃദയത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. മാത്രമല്ല, മറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം ഈ ദേശത്ത് ദീർഘവർഷങ്ങളായി വാരി വിതറി ഇന്ന് വരെയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാത്ത അനേക ആയിരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പട്ടണത്തിൽ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഉണർവിൻ്റെ ഒരു വലിയ കാറ്റ് ദേശത്ത് വീശണമേ. അനേക പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഈ ഹോള് നിറയെ ആത്മാക്കൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദിനം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശയാൽ നമ്മെ നിറയ്ക്കേണ്ടത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനാകുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ വന്ന നിമിഷം മുതൽ ഇതുവരെയും അവിടുത്തെ അത്ഭുത സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞങ്ങളായിരുന്നു. അപ്പത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നു, പാനപാത്രത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നു. അതിൽ നിന്ന് ഭക്ഷിക്കുവാൻ, പാനം ചെയ്യുവാൻ, ബലം പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, രോഗശാന്തി പ്രാപിപ്പാൻ അവിടുന്ന് സഹായിച്ചു. കർത്താവെ, ഒന്ന് ഞങ്ങൾ അറിയുന്നു, സൗഖ്യമില്ലാതെ ഭാരപ്പെട്ട ചില പ്രിയപ്പെട്ടതിൻ്റെ മധ്യേ കടന്നു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി ഞങ്ങളെ ഓർപ്പിക്കുന്നു, ഇതിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ, പാനം ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് രോഗശാന്തിക്ക് മുഖാന്തരമാണെങ്കിൽ പൂർണ്ണമായി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യമില്ലാതെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ആരാധനാലയത്തിൽ കടന്നു വന്നെങ്കിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതൽ പ്രാപിച്ച്, സൗഖ്യം പ്രാപിച്ച്, രോഗശാന്തി പ്രാപിച്ച് അവർ മടങ്ങുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കുന്ന ദിനങ്ങളാക്കി തീർക്കണം. വലിയ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു, ഈ ഹോള് നിറയെ ആത്മാക്കൾ കർത്താവെ സ്ഥലം പോരാതെ വരുവോളം പെരുത്ത മീൻകൂട്ടം പോലെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർവിൻ്റെ ഒരു വലിയ കാറ്റ്, ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു കൊടുങ്കാറ്റ് പോലെ ഈ ദേശത്താഞ്ഞ് വീശുമ്പോൾ അതിലനേക പ്രിയപ്പെട്ടവ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ദിനങ്ങളാക്കി തീർക്കണമേ. സ്വർഗീയകരം ഞങ്ങൾക്കായി നീട്ടണം കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവരും ആ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പോൾ കൊയർ ഒരു പ്രത്യാശാഗാനം പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അതേ സമയത്ത് തന്നെ സ്തോത്രാഴ്ച എടുക്കുന്നതായിരിക്കും.